എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ടൈപ്പ് സാലഡ്സ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. കടല ഉപയോഗിച്ചിട്ടും അതുപോലെ സ്വീറ്റ് കോൺ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ. സാലഡ്സ് അല്ലാന്നുണ്ടെങ്കിൽ ചാറ്റ്സ് എന്നൊക്കെ പറയാം. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ചന സാലഡ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളക്കടല വെള്ളത്തിൽ കുതിർത്തിയെടുത്തതിന് ശേഷമുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം വേണ്ട, കടല ഒന്ന് കുക്കായിട്ട് വരണം, ആ ഒരു രീതിയിൽ തന്നെ മതി. ഈ കടലയുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ അത്ര തന്നെ വെള്ളം മതി കേട്ടോ നമുക്ക്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ ഒരുപാട് അളവിലൊന്നും വേണ്ട, കുറച്ച് തന്നെ മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് കുതിർത്തിയെടുത്ത കടലയാണ് കേട്ടോ. ഒരു 6-7 മണിക്കൂറെങ്കിലും കടല കുതിർത്തിയെടുക്കാം. ഇപ്പോൾ എങ്ങാനും കടല കുതിർത്തിയെടുക്കാൻ മറന്നു പോയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി കടല. അപ്പോൾ ഒന്ന് എന്താ പറയുക കുതിർന്ന് വരും. പിന്നെ അതിനുശേഷം കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ചതിന് ശേഷം ഇത് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരണ വരെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല കേട്ടോ കടല. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. കടല കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് സ്വീറ്റ് കോൺ ചാറ്റ് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് സ്വീറ്റ് കോൺ ആണ് കേട്ടോ. ഇതുപോലുള്ള സ്വീറ്റ് കോൺ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം കേട്ടോ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ വളരെ കുറച്ച് തന്നെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ. ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും സ്വീറ്റ് കോൺ കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലുള്ള സ്വീറ്റ് കോണില്ലേ, ഇത് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അടർത്തിയെടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ കൈ വെച്ച് അടർത്തിയെടുക്കാം. എളുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കുക്കായിട്ട് വരട്ടെ, അതിനുശേഷം കാണിക്കാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ സ്വീറ്റ് കോൺ കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊരു ഡാർക്ക് യെല്ലോ കളറായിട്ട് വരും. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇങ്ങനെ കുക്കായിട്ട് വരാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും ഇത് ഓവർ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ വെള്ളം നമുക്കൊന്ന് ഊറ്റിക്കളയാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ സ്വീറ്റ് കോൺ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് സ്വീറ്റ് കോണിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇല്ല, വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 2 നുള്ളു കുരുമുളക് പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പുളിക്കനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കുറച്ച് ഒലിവ് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ സ്കിപ്പ് ചെയ്യാം, വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ബോയിൽ ചെയ്തതിന് ശേഷം ഊറ്റിയെടുത്ത സ്വീറ്റ് കോണിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കുക്കുംബർ. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കപ്പലണ്ടി ഞാനിപ്പോൾ തൊലി മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വറുത്ത കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി മുറിച്ചത് 1 ടേബിൾ സ്പൂണോളം. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഓയിലും കുരുമുളക് പൊടിയും ഉപ്പും അതുപോലെ നാരങ്ങ നീരും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില മുറിച്ചത് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ചാറ്റ് മസാല വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചാറ്റ് മസാല ഒന്നും ചേർക്കണില്ല. അതുപോലെ കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് കോൺ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കടല നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് അളവിൽ ഉപ്പ് ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര്. നമ്മുടെ പുളിക്കനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇപ്പോൾ നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഈ കടലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിവാക്കാം കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഈ കടലയിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. 1-2 വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുക്കുംബർ മുറിച്ചതിട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് അധികം പച്ചക്കറികൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കണ പച്ചക്കറികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് കുക്കുംബർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം തക്കാളി, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് സവാള മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചക്കറികൾ കൂടുതൽ ചേർക്കും തോറും ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരും. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വറുത്ത എള്ളാണ് കേട്ടോ, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അതായത് കഴുകിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ കുറച്ച് പുതിനയില മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചന സാലഡ് കണ്ടില്ലേ, നല്ല കളർഫുള്ളായി മാറി. അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡ് തന്നെയാണ്. അതുപോലെ ഇതിലേക്ക് ചേർക്കുന്ന നാരങ്ങ നീര്, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഇപ്പോൾ ഈ കടല ചൂടാറിയതിന് ശേഷം മാത്രം പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പച്ചക്കറികൾ കുക്കായ പോലെ ഇരിക്കും. സ്വീറ്റ് കോൺ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ മതി. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ല കളർഫുള്ളും ഹെൽത്തി ആയിട്ടുള്ള ചന സാലഡും അതുപോലെ സ്വീറ്റ് കോൺ സാലഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം മറ്റൊരു റെസിപ്പിയുടെ നമുക്ക് വീണ്ടും കാണാം.